ഭൂരിപക്ഷം പേരും ലാൻഡ്ലെസ്സായി മാറിയത് ഈ കൊളോണിയൽ ഇൻവേഷൻ്റെ പീരീഡിലായിരുന്നിരിക്കണം. അപ്പോൾ ഇങ്ങനെ വനം ഫോറസ്റ്റിൻ്റെയും വിദേശികളുടെയും ഇൻട്രോഷൻ നടക്കാത്ത സ്ഥലങ്ങളിലെ കേരളത്തിൽ എന്നും ഫോറസ്റ്റ് ഉള്ളൂ. ഈ ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് ലോ ആയിട്ടൊക്കെ പരിഗണിക്കുമ്പോഴേ അതിൽ ആദിവാസി ദളിതെന്ന് പറയുന്ന വിഭാഗങ്ങളൊന്നും തന്നെ ഒരു ഭൂമിയുടെ ഉടമകളായി അംഗീകരിക്കുന്നൊരു അപ്രോച്ച് അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം കാട് നശിപ്പിക്കാം, കാട്ടിലുള്ള ആദിവാസികളെ അടിച്ചു ഓടിക്കാം, വല്ല ഡാമൊക്കെ പണിയുമ്പോൾ അവർ മാറ്റിപ്പാർപ്പിച്ച് എന്തെങ്കിലും നികത്തായിരുന്നൊക്കെ പറയാതെ കൊടുക്കാതിരിക്കുക. ഈ ടൈപ്പ് പരിപാടികളാണ് ഈ സ്വാതന്ത്ര്യാനന്ത കേരളത്തിലും അന്നും ഇന്നും നടന്നു വന്നത്. അല്ല 2000 ആകുമ്പോൾ കേരളത്തിൽ കുറേ പട്ടിണിയും ദുരിതവും പട്ടിണി മരണങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെയാണ് ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണണം എന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരു കുടിയേറ്റ സമരം ആരംഭിക്കും. ആദിവാസി ജനസംഖ്യ ഒരു 4 ലക്ഷമാണ് ഇപ്പോഴുള്ളത്. 40ഓളം കമ്മ്യൂണിറ്റികളുമുണ്ട്. ഇതിൽ 80% ഭൂരഹിതരാണ് ശരിക്കും. ലാൻഡഡ് എന്ന് പറയാവുന്ന ഒരു 4-5 കമ്മ്യൂണിറ്റികളിലേ ഉണ്ടാവുള്ളൂ. തിരുവനന്തപുരം കാണിക്കാർ അവർ കൂടുതലും ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് തന്നെയാണ്. ഇടുക്കിയിലുള്ള മലയരയ, പിന്നെ ചെറു കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ട് അവിടെ. വയനാട്ടിൽ കുറിച്യ, കുറുമ, അട്ടപ്പാടിയിൽ പിന്നെ കുറച്ച് ഇരുള വിഭാഗങ്ങളൊക്കെ ലാൻഡുണ്ട്. ഇത് വിട്ട് കഴിഞ്ഞാൽ ഭൂരിപക്ഷം പേരും ലാൻഡ്ലെസ്സാണ്. അപ്പോൾ ഇതിപ്പം ഏത് കോണ്ടസ്റ്റിലാണ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വലിയൊരു ഹിസ്റ്ററി ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു ഭൂരിപക്ഷം പേരും ലാൻഡ്ലെസ്സായി മാറിയത് ഈ കൊളോണിയൽ ഇൻവേഷൻ്റെ പീരീഡിലായിരുന്നിരിക്കണം. തോട്ടങ്ങളൊക്കെ കാട് വെട്ടി തോട്ടം തെളിച്ച് അങ്ങനെയൊക്കെ അതൊന്ന്. പിന്നെ ഈ കൊളോണിയൽ ഫോറസ്റ്റ് ലോസ് വരുന്നതോടുകൂടി ഈ വനംവകുപ്പിൻ്റെ അണ്ടറിലേക്ക് കൂടുതൽ ഫോറസ്റ്റ് ഏരിയ കൊണ്ട് വരികയും എന്നാൽ തന്നെ ഈ വനത്തിൽ നിന്ന് ഇവരെ പുറത്താക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്രോസസ്സും വന്നിട്ടുണ്ട്. ജണ്ടയിടുന്നു, അത് വിളച്ചു പിടിക്കുന്നു, അല്ലെങ്കിൽ കാട് വെട്ടിയിട്ട് അവിടെ പ്ലാന്റേഷൻസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോജക്റ്റിന് കൊടുക്കുന്നു, അങ്ങനെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ കൊളോണിയൽ ഇൻവേഷൻ്റെ ഭാഗം ഒന്ന് തേയിലത്തോട്ടങ്ങൾ പോലും ഉണ്ടാക്കി, മറുവശത്ത് വനം വകുപ്പിൻ്റെ ഒരു അണ്ടറിലേക്ക് കൂടുതൽ ഫോറസ്റ്റ് ഏരിയ കൊണ്ടുവരുമ്പോൾ അതിനകത്തുള്ള ട്രൈബ്സായിട്ടുള്ള ആളുകൾ അവിടെ അവരുടെ വാസസ്ഥലം വിട്ട് വേണ്ടി പോകുന്നു. പിന്നെ ഈ സ്വതന്ത്ര കേരളം വന്നതിന് ശേഷം ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേറ്റ് വർദ്ധിച്ചിട്ടേ ഉള്ളൂ. കൂടുതൽ ഡാമുകൾ, ഹൈഡൽ പ്രോജക്റ്റുകൾ, അങ്ങനെയുള്ളതിനൊക്കെ വേണ്ടി വൻതോതിൽ ഇവർ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനും മുൻകാലഘട്ടങ്ങളിൽ ഒരു പക്ഷേ ജന്മിമാരുടെയൊക്കെ തന്നെ അടിമകളാക്കപ്പെട്ട ഒരു വിഭാഗം ഉണ്ടായി കാണാം, ഉണ്ട്. പണിയാടിയ വിഭാഗങ്ങളൊക്കെ ആക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മാസീവായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആരംഭിക്കുന്നത് 1930-നും 40-നും ഇടയിലായിരുന്നിരിക്കണം ഇനി പറഞ്ഞ്. പ്രത്യേകിച്ചും ഈ കൊളോണിയൽ ഭരണത്തിൻ്റെ മൂർധന്യാവസ്ഥ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. വയനാട്ടിലൊക്കെ ഹാരിസൺ പോലുള്ള കമ്പനികൾ കയറുന്നത് ഡച്ചുകാർ പോയി അവരാണ് തുടങ്ങി വെച്ചത് പ്ലാന്റേഷൻ ഇക്കണോമി. പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ വന്നതിന് ശേഷമാണ് വൻതോതിൽ ഇതായത്. ഇടുക്കിയും ഏതാണ്ട് സമാനമായ പ്രോസസ്സ്. അപ്പോൾ ഇങ്ങനെ വനം ഫോറസ്റ്റിൻ്റെയും വിദേശികളുടെയും ഇൻട്രോഷൻ നടക്കാത്ത സ്ഥലങ്ങളിലെ കേരളത്തിൽ എന്നും ഫോറസ്റ്റ് ഉള്ളൂ. തിരുവനന്തപുരം കാണി ബെൽറ്റൊക്കെ അങ്ങനെയുള്ളതാണ്, ശബരിമല ആ ബെൽറ്റ്. അതല്ലാത്ത സ്ഥലത്തൊക്കെ പൂർണ്ണമായിട്ട് ഞാൻ പോയിട്ടുണ്ട്. പിന്നീടുണ്ടാകുന്നൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഡെവലപ്മെൻ്റൽ സ്കീംസ് ലൈക്ക് ഡാം, ഇറിഗേഷൻ പ്രോജക്റ്റ്, ഹൈഡൽ പ്രോജക്റ്റുകൾ, അങ്ങനെയുള്ളത്. പിന്നെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം വേറൊരു സംഭവം കാണുന്നത് മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള കുടിയേറ്റം, മനസ്സിലല്ലേ? അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് വലിയ എസ്റ്റേറ്റുകളൊക്കെ സ്ഥാപിക്കുന്നു. അപ്പം പ്ലാന്റേഷൻ ഇക്കണോമിയാണ് ഒരു സംഭവം. പിന്നെ വനത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്, പിന്നെ കുടിയേറ്റം, അങ്ങനെ മൂന്നായിട്ട് വേണം തിരിക്കാം.
അങ്ങനെയാണ് അവർ കൂടുതൽ ലാൻഡേഴ്സായി മാറിയത്. ഈ ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് ലോ ആയിട്ടൊക്കെ പരിഗണിക്കുമ്പോഴേ അതിൽ ആദിവാസി ദളിത് എന്ന് പറയുന്ന വിഭാഗങ്ങളൊന്നും തന്നെ ഒരു ഭൂമിയുടെ ഉടമകളായി അംഗീകരിക്കുന്നൊരു അപ്രോച്ച് അതിനകത്ത് ഉണ്ടായിരുന്നില്ല. രണ്ട് നിലയിലാണ് അത് ബാധിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ ആദിവാസി മേഖലയിലേക്കുള്ള കുടിയേറ്റം നടന്നപ്പോൾ അതുവരെ ആദിവാസികൾ പാടുപെട്ട് കൃഷി ചെയ്തിരുന്ന സ്ഥലമൊക്കെ തന്നെ ഏതെങ്കിലും വലിയ ഭൂവുടമവർഗത്തിൻ്റെ ഒരു അധീന മേഖലകളിലായിരിക്കാം. പക്ഷേ ഇവരിൽ നിന്ന് ലേശം കുറച്ചൊക്കെ ഭൂമി കൈ തട്ടിയെടുത്തതോ അതല്ല എങ്കിൽ മറ്റ് ഭൂവുടമയിൽ നിന്ന് എന്തെങ്കിലും കരാറൊക്കെ ഉണ്ടാക്കി കുറേ പുതിയ കുടിയേറ്റക്കാരും ഭൂമി കൈവശം വെക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നീട് ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായി ടെനൻസി റൈറ്റ് അംഗീകരിക്കുമ്പോൾ ആ കാട്ടിലുണ്ടായിരുന്ന നേരത്തെയുള്ള കൃഷിക്കാരിൽ ആദിവാസികൾ പുറന്തള്ളപ്പെട്ടു. അതാണ് ഒരു പ്രോസസ്സ്. മറ്റൊന്ന് ഭൂപരിഷ്കരണത്തിൽ ഇവരും വെറും 3 സെൻറ്റും 5 സെൻറ്റും 10 സെൻറ്റിൻ്റെ ഉടമകളായിട്ടേ അംഗീകരിച്ചിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ഈ ആദിവാസിയും ദളിതരെയും കുടികിടപ്പുകാരെ കണ്ടിട്ടുള്ളൂ, കുടിപാർക്കുന്നവർ. അപ്പോൾ ഭൂപരിഷ്കരണത്തിൻ്റെ ഒരു മേജർ ഏരിയ എന്ന് പറയുന്നത് ഇതാണ് പട്ടക്കുടിയായ്മ അവസാനിപ്പിക്കുക എന്നുള്ള ടെനൻസി റെഗുലേഷനാണ്. അപ്പോൾ ടെനൻസി റെഗുലേഷൻ നടത്തി ടെനൻറ്റുകളായിട്ടുള്ള ആളുകളെ കുടിയാന്മക്കാർക്ക് സ്ഥിരാവകാശം കൊടുക്കുമ്പോൾ ഇവർ ഒഴിവാക്കപ്പെടുമല്ലോ, ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഒഴിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് ഒഴിഞ്ഞു പോകാതിരിക്കാൻ മാത്രമുള്ളൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ് കുടികിടപ്പ് എന്നുള്ള നിലയിൽ എവിടെ കിടക്കുന്നു അവിടെ ഒരു 3 സെൻറ്റ് അല്ലെങ്കിൽ 5 സെൻറ്റ് ഗ്രാമം നഗരം എന്നൊക്കെയുള്ള നിലയിൽ. അപ്പോൾ ഈ 2 കാരണം കൊണ്ടാണ് ഇവർ ഭൂരഹിതരാക്കപ്പെടുന്നത്. ഭൂപരിഷ്കരണം ആ അർത്ഥത്തിൽ ഇവരെ ലാൻഡ്ലെസ്സാക്കി മാറ്റുകയും അതിനൊരു സ്ഥായീഭാവം ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു നിയമമാണ് അവരെ സംബന്ധിച്ച്. പിൽക്കാലത്ത് മിച്ചഭൂമിയായിട്ടൊക്കെ പതിച്ചു കൊടുത്തതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. പതിച്ചു കൊടുത്തൊന്നും തന്നെ ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. അതൊക്കെ രേഖകളെ പതിച്ചിട്ട് കാണുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള ലാൻഡിലൊന്നും ഇവർ പ്രവേശിക്കാതിരിക്കുകയോ പ്രവേശിച്ച കുടുംബങ്ങൾ പിന്നീട് പെറ്റുപെരുകി കൂടുതൽ കുടുംബങ്ങൾക്ക് മാറി വേറൊരു തരത്തിലുള്ള കോളനൈസ്ഡ് ആയിട്ടുള്ള കോളനികളിലുള്ള കുടിപാർപ്പുകാരെ ഇവർ മാറി. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി. ഭൂപരിഷ്കരണം അവർക്ക് ഗുണം ചെയ്തിട്ടില്ല. പിന്നെ ഒരു സെൻട്രൽ ലെജിസ്ലേഷനും ഭരണഘടനയുടെ തത്വങ്ങളും നിയമങ്ങളും ആദിവാസികളുടെ പരിരക്ഷാ വകുപ്പുകളൊന്നും തന്നെ നമ്മൾ എത്ര പ്രോഗ്രസീവാണെന്ന് പറയുന്ന കേരളത്തിലും ആരും അതങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അത്ര ഡെമോക്രാറ്റിക് അല്ല. അതായത് ഭരണഘടനയിൽ 5-ാം പട്ടിക 6-ാം പട്ടിക ആദിവാസികളുടെ സ്വയംഭരണം, അവർക്ക് വനത്തിൽ താമസിക്കാനുള്ള അവകാശം തുടങ്ങിയ ലാർജർ ക്വസ്റ്റ്യൻസ് അത് ഡീൽ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടില്ല. അവർക്കിത് ആദിവാസി സ്വയംഭരണം എന്നൊന്നും അറിഞ്ഞൂടാ, 5th ഷെഡ്യൂൾ എന്താണെന്ന് അറിഞ്ഞൂടാ, 5-ാം പട്ടിക എന്താണെന്ന് അറിയാം. ഇതൊന്നും കേരളത്തിലെ സോക്കോൾഡ് ലെഫ്റ്റ് ഓർ റൈറ്റ് അവരുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നില്ല. അപ്പം കാട് നശിപ്പിക്കാം, കാട്ടിലുള്ള ആദിവാസികളെ അടിച്ചു ഓടിക്കാം, വല്ല ഡാമൊക്കെ പണിയുമ്പോൾ അവർ മാറ്റിപ്പാർപ്പിച്ച് എന്തെങ്കിലും തരുന്ന പറയാതെ കൊടുക്കാതിരിക്കുക, ഈ ടൈപ്പ് പരിപാടികളാണ് ഈ സ്വാതന്ത്ര്യാനന്ത കേരളത്തിലും അന്നും ഇന്നും നടന്നു വന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഇവർക്കുള്ള സവിശേഷമായിട്ടുള്ള റൈറ്റ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ജന്മാവകാശം എന്ന് പറയുന്ന പോലെയുള്ള സ്വയംഭരണാവകാശമോ അവരുടെ ഗ്രാമങ്ങളുടെ ഒരു സംരക്ഷിത പ്രദേശമാണെന്നോ അവരുടെ ഗ്രാമത്തിൻ്റെ ഭാഗമുള്ള അതിവിപുലമായുള്ള വനമേഖലകൾ അവരുടെ ജീവസന്ധാരണത്തിലുള്ള മേഖലയാണോ എന്നുള്ള ഒരു ചിന്തയൊന്നും തന്നെ അന്നും ഇന്നും കേരളത്തിലെ രാഷ്ട്രീയ സമൂഹത്തിനില്ല. അതാണ് പ്രശ്നം. തൊണ്ണൂറ്റഞ്ച് 96 എൻ്റെ ഓർമ്മ. ഒരു ചില സത്യാഗ്രഹ സമരമൊക്കെ തിരുവനന്തപുരത്ത് നടക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് അത് കഴിഞ്ഞ് 97, 98 കാലഘട്ടത്തിൽ ഞാൻ നേരിട്ട് അവർ കണ്ടുമുട്ടിയും ചില യുണൈറ്റഡുള്ള ചില ലാൻഡ് സ്ട്രഗിളൊക്കെ വരികയും 98, 99 ആകുമ്പോൾ അവരുമായിട്ടുള്ളൊരു ഫുൾ ടൈം അവരുടെ അസോസിയേറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എല്ലാവരും വളരെ സമരോത്സുകയായിട്ടുള്ളൊരു ലേഡിയായിരുന്നു. സ്വന്തം കാലിൽ നിന്ന് ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ്
അവർക്ക് കണ്ടൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ ഉറച്ച് നിൽക്കുമായിരുന്നു. ആ നിലയ്ക്ക് ഒരു വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു അവരുടെ കാര്യത്തിൽ തന്നെ ഉറച്ച് കൺസിസ്റ്റൻ്റായി നിൽക്കുന്നൊരു ലേഡിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതേ സമയത്ത് തന്നെ 98 അവസാനമാണോ 99-ലാണോ കണ്ണൂരിൽ തിരുവോണപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നൊരു ഭൂസമരം. അതിന് അവരെ ഞാൻ അസോസിയേറ്റ് ചെയ്യുകയായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് അന്നൊരു ആദിവാസി ഏകോപന സമിതി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അത് നിർവീര്യമായി പോകുന്നുണ്ട്. പിന്നെ തിരുവോണപ്പുറ സമരത്തിന് ശേഷം ഞാൻ അങ്ങോട്ട് ചെയ്യുന്ന അവരുടെ പനവല്ലി ഇഷ്യൂസിലൊക്കെ ഇടപെട്ടുകയും സപ്പോർട്ട് ചെയ്ത് പ്രവർത്തിക്കുന്നു. പിന്നീട് അത് മുതൽ ഇങ്ങോട്ട് പല പല ലാൻഡ് സ്ട്രഗിളിൽ നമ്മൾ സഹകരിച്ചൊന്നിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഭൂമിക്ക് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിസോഴ്സിൽ ഒരു ഉടമസ്ഥാവകാശം അംഗീകരിക്കുകയും മാത്രമേ നമുക്ക് ആദിവാസികൾക്ക് അവരുടെ ഒരു സ്വയംഭരണമായ നഷ്ടപ്പെട്ട ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ പറ്റൂ. ഇനി ദളിതരാണെങ്കിലും അവർക്കൊരു സെക്യുലർ ആയിട്ടുള്ള ലൈഫ് സാധ്യമാണെങ്കിൽ അവർക്ക് വിഭവത്തിൻ്റെ മുകളിലുള്ളൊരു അധികാരം വേണം. വിഭവം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡാണല്ലോ. അതിൻ്റെ മുകളിൽ ഉടമസ്ഥത ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അന്തസ്സുള്ള ജീവിതത്തിലേക്ക് മാറാൻ പറ്റൂ. അതുകൊണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം സമൂഹത്തിൻ്റെ എന്നുള്ളൊരു തിരിച്ചറിവുകൊണ്ടാണ് ഭൂസമരങ്ങളിൽ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കുടിയേറ്റ സമരം ഭൂമിയുടെ വിഷയം തന്നെയാണ്. അന്ന് ഈ 99 പീരീഡിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ജാനുവായിട്ടുള്ള പല സ്ട്രഗിൾസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. പനവല്ലി ജാനു ചീങ്ങേരി സമരം നടന്നു, കുണ്ടള ആദിവാസികൾ സമരം, അങ്ങനെ കുറേയധികം കേരളത്തിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. അപ്പോൾ 99 ആയപ്പോഴാണ് 2000 ആകുമ്പോൾ കേരളത്തിൽ കുറേ പട്ടിണിയും ദുരിതവും പട്ടിണി മരണങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെയാണ് ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണാൻ പറഞ്ഞ് സെക്രട്ടേറിയറ്റ് പടിക്കലൊരു കുടിയേറ്റ സമരം ആരംഭിക്കുന്നത്. 2001 ഓഗസ്റ്റ് 29-നാണ് അത് ലോഞ്ച് ചെയ്യുന്നത്. കുടിൽകെട്ടൽ സമരം എന്നുള്ള പേരിൽ. അത് ഒക്ടോബർ 16 വരെയൊക്കെ നീണ്ടു. ആദ്യം അതവർ അവഗണിച്ചു. ഇതൊക്കെ 2 ദിവസം ഇരിക്കുമ്പോൾ എഴുന്നേറ്റ് പോകുന്നതാണ് അവർ വിചാരിച്ചതെന്ന് തോന്നുന്നു. സെക്രട്ടേറിയറ്റ് പടിക്കൽ ഓഗസ്റ്റ് 29 തുടങ്ങി. ആ സമയത്ത് ഓണം ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പം ഒരു ബാച്ച് മുഖ്യമന്ത്രിയുടെ വീട്ടുപിടിക്കലും കുത്തിയിരിപ്പ് സത്യാഗ്രഹം തുടങ്ങി. അവിടെ തന്നെ കഞ്ഞി വെച്ച് കുടിക്കുന്നു. ഒരാഴ്ചക്കുള്ളിൽ സമരം ശ്രദ്ധ പിടിച്ചു തുടങ്ങി. അതിൻ്റെ ഒരു കാരണം അവിടുത്തെ ഓണാഘോഷത്തിന് വേണ്ടി കോടികൾ മുടക്കി ഒരു പരിപാടിക്ക് ചെയ്യുമ്പോൾ ഈ പട്ടിണി കിടക്കുന്ന ആദിവാസികളുടെ വിഷയത്തിന് പരിഹാരം കാണാൻ കഴിയില്ല എന്ന് ചോദിച്ചാൽ ഈ ഓണാഘോഷം തടയുമെന്നൊക്കെ പ്രഖ്യാപിച്ചപ്പം അത് മീഡിയയിലേക്ക് വലിയ ചർച്ചയായി. അപ്പം ഞങ്ങളൊക്കെ അറസ്റ്റ് ചെയ്ത് നിൽക്കാനൊക്കെ ശ്രമം നടത്തി. പക്ഷേ അതൊന്നും നടന്നില്ല. പതുക്കെ സമരം ശക്തിപ്പെട്ടു. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ ജനങ്ങളത് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ആളുകളൊക്കെ. പിന്നെ ഇത് വാർത്തകളിലൂടെയൊക്കെ അങ്ങ് സ്ഥാനം പിടിച്ചപ്പം പിന്നെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ആദിവാസികൾ സ്വയം അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. ചുരുക്കത്തിൽ വിതിൻ എ ടൈം സ്പാൻ ഓഫ് 1 month കേരളത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ മുഴുവൻ കുടിൽ കൊണ്ടങ്ങോട്ട് നിറഞ്ഞു. അപ്പോഴാണ് നമുക്കും ഇത്രയും ജനങ്ങൾ ഉണർന്ന സ്ഥിതിക്ക് നമുക്കിതൊരു മീനിങ് ഫുള്ളായിട്ടുള്ളൊരു ലോങ് ടേം പ്രയോജനം ചെയ്യാവുന്നൊരു സെറ്റിൽമെൻറ്റ് വേണമെന്നുള്ള ഇതിൽ നമുക്കും ശരി അങ്ങനെയാണ് വേണ്ടതെന്ന് തോന്നി. ഈ സമരം അത്രത്തോളം വ്യാപ്തികളൊന്നായി മാറി. അപ്പം നമ്മൾ കുറച്ചുകൂടി ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ ഒരു മുദ്രാവാക്യം വെച്ചു. മുഴുവൻ ഭൂരിപക്ഷർക്കും ഭൂമി കിട്ടണം. ഈ പറയുന്ന ഭൂമി സംരക്ഷിക്കേണ്ട നിയമമില്ലാത്തതുകൊണ്ട് ഭരണഘടനയുടെ സ്വയംഭരണപരമായിട്ടുള്ള അവകാശം വേണം, അവർക്ക് റീസെറ്റിൽമെൻറ്റ് പാക്കേജ് വേണമെന്നുള്ള കുറേയധികം പുതിയ മുദ്രാവാക്യങ്ങൾ വെച്ചു. അപ്പോൾ അതിന് കുറേ സപ്പോർട്ട്സ് നമുക്ക് കിട്ടി പലതരത്തിലുള്ള നിയമജ്ഞന്മാരുടെയൊക്കെ തന്നെ. ആ സമരം അങ്ങനെയാണ് 48-ാം ദിവസം ഒരു സമ്പൂർണ്ണമായുള്ള പുനരധിവാസ പാക്കേജ് നടപ്പാക്കുന്നതിൽ ഒരു എഗ്രിമെൻറ്റിൽ അവർക്ക് വരേണ്ടി വന്നു. അതാണ് കുടിയേറ്റ സമരത്തിൻ്റെ ഒരു അന്ത്യം അർത്ഥത്തിൽ. എന്നിട്ടത് ജാനുവരി 1, 2022 മുതൽ ഇംപ്ലിമെൻ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഇംപ്ലിമെൻ്റ് ചെയ്തു വരും. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ആദിവാസി പുനരധിവാസ മിഷൻ എന്നുള്ള പേരിൽ ഒരു മിഷൻ മാതൃകയിൽ ലാൻഡ് കൊടുത്ത് റീസെറ്റിൽ ചെയ്തൊരു പുതിയ ലൈഫിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു പാക്കേജ് രൂപപ്പെട്ടു. അതായിരുന്നു എൻ്റെ ഒരു പ്രത്യേകത. അതിപ്പോഴുണ്ട്. അതൊരു പട്ടികവർഗ വിഭാഗത്തിൻ്റെ ഒരു ഔദ്യോഗിക വിങ്ങായിട്ട് കിടക്കുന്നു. പക്ഷേ അവർക്ക് എല്ലാ വർഷവും ഫണ്ടൊന്നും കൊടുത്ത്
അത് നിലനിൽക്കാറില്ല. അപ്പോൾ ആൻ്റണി ഗവൺമെൻറ് പീരീഡിൽ തന്നെ ബ്യൂറോക്രസിയും പല മിനിസ്റ്റേഴ്സ് ആയിരിക്കാതെ വന്നപ്പോൾ തന്നെ അത് ഡൗൺ ആയിരുന്നു. അങ്ങനെയാണത് മുത്തങ്ങ സമരത്തിലേക്ക് എത്തിച്ചേരുന്നത്. മുത്തങ്ങ സമരം കഴിഞ്ഞതിന് ശേഷം പോലീസ് വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സർക്കാർ ഒന്നുകൂടി ഉണർന്നു. വീണ്ടും കുറേ ലാൻഡൊക്കെ എടുത്തു കൊടുത്തു. പക്ഷെ പതുക്കെ അതൊരു ചടങ്ങായി മാറി. ഇപ്പോൾ LDF ഗവൺമെൻറ് 2 ടെന്യൂർ വന്നതോടുകൂടി അത് പൂർണ്ണമായും നിഷ്ക്രിയമാക്കി. അപ്പോൾ പേരിന് പുനരധിവാസ മിഷനുണ്ട്, പക്ഷേ അതിൻ്റെ ആക്ടിവിറ്റിയൊക്കെ വളരെ കുറവാണ്. എടുത്തു പറയാൻ പറ്റുന്ന ഒരു പദ്ധതി പ്രദേശം വയനാട്ടിലെ 7000 ഏക്കറുള്ള ഒരു കുടിയിരിപ്പ് കേന്ദ്രം, ആർളം ഫാം. അല്ല, അവരുടെയൊക്കെ ഒരു പ്രധാന പ്രശ്നം ഇതുപോലെ ആദിവാസികളിൽ ഇൻഡിപെൻഡൻ്റായിട്ട് സംഘടിച്ച് പോയി കഴിഞ്ഞാൽ അവരുടെ ആളുകൾ വിട്ടുപോകുമല്ലോ. അതുകൊണ്ട് അവർ സമാന്തരമായിട്ട് പുതിയൊരു സമരമുറയൊക്കെ ആവിഷ്കരിച്ചു. അവരവരുടെ ഒരു പോഷക സംഘടന ഉണ്ടാക്കിയെടുത്തു. ജയിൽ നിറക്കൽ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് അവർ ആദിവാസികളെ കൊണ്ട് ജയിലിലൊക്കെ അടച്ചു. അങ്ങനെ ഭയങ്കര ഒരു സ്ത്രീ ജയിലിൽ പ്രസവിച്ചു. അങ്ങനെ ഭയങ്കര അവരെ 1.5 മാസം ജയിലിൽ കിടത്തി. അവരുമായിട്ട് സർക്കാർ ഒരു എഗ്രിമെൻ്റൊക്കെ ഉണ്ടാക്കും എന്നുള്ള ഒരു വ്യാജം. എന്തായാലും അതോടുകൂടി അവർ AKS എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയെടുത്തു, പാർട്ടിയുടെ ഒരു പ്രശ്ന സംഘടന. അങ്ങനെയാണ് അവരതിനെ നേരിടാൻ ശ്രമിച്ചത്. ഇപ്പോൾ അത് ഡള്ളാണ് അതിൻ്റെ പ്രവർത്തനം. എന്തായാലും അവർ ഈ വിഷയത്തെ അവരുടെ വീഴ്ചയോ അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റിയുടെ വീഴ്ചയാണെന്ന് കണ്ടുകൊണ്ടുള്ള പരിഹാര രീതിയല്ല അവരെടുത്തത്. ആദിവാസികൾക്ക് അങ്ങനെ സ്വന്തമായി സംഘടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ, ഇനി ഞങ്ങളില്ലെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കിയൊരു സംഘടന ഉണ്ടല്ലോ, ഇതാണ് അവരുടെ പൊതുബോധം.